CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പൂവാറിൽ നടന്ന ജലഘോഷയാത്രയിൽ നിയമം ലംഘിച്ചുകൊണ്ട് യാത്ര നടത്തി. ലൈഫ് ജാക്കറ്റ് ഉപയോഗിക്കാതെയും ബോട്ടിന്റെ ബോണറ്റിൽ കയറിയുമാണ് യാത്ര നടത്തിയത്. അപകടകരമായ യാത്രയുടെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നു. മന്ത്രി മുഹമ്മദ് റിയാസ് ആയിരുന്നു ഈ ബോട്ട് യാത്ര ഉദ്ഘാടനം ചെയ്തത്. ആ പരിപാടിയിലാണ് നിയമലംഘനം നടന്നിട്ടുള്ളത്. മാധു നോക്കൂ, റോഡിൽ സമ്മേളനം നടത്തിയാൽ പ്രശ്നം, ഇനിയിപ്പോൾ വെള്ളത്തിൽ സമ്മേളനം നടത്തിയാലും നിയമലംഘനം. അങ്ങനെ CPMന്റെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനം എന്ന് പറയുന്നത് അത് റോഡിലായാലും ശരി, റോഡിലും വെള്ളത്തിലായാലും ശരി നിയമലംഘനം പതിവാകുന്ന കാഴ്ചയാണ്. രാജ്യത്തൊരു നിയമമേ ഉള്ളൂ, അത് കരയിലും കടലിലും ഒക്കെ ബാധകമാണ് എന്ന് മനസ്സിലാക്കിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം സ്റ്റെഫനിലേക്ക് വിവരങ്ങൾക്ക് പോകുന്നതിന് മുൻപ്. തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് പൊഴിക്കരയിൽ ജലഘോഷയാത്ര സംഘടിപ്പിച്ചത്. സ്റ്റെഫിനെ, ഇന്നലെ വൈകിട്ടാണ് ഈ ജലഘോഷയാത്ര നടന്നത്. നാളെ നടക്കാൻ പോകുന്ന CPMന്റെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രചരണ പരിപാടിയുടെ ഭാഗമായിട്ടായിരുന്നു ഈ പൊഴിക്കരയിൽ ഇങ്ങനെയൊരു ജലഘോഷയാത്ര നടത്തിയത്. നിയമം ലംഘിച്ച് നടന്നിട്ടുള്ള ഈ ജലഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തത് മന്ത്രി മുഹമ്മദ് റിയാസ്. എന്താണ് പാർട്ടിയുടെ പ്രതികരണം? മാർഷൽ, ഏതായാലും ഈ വിഷയത്തിൽ ഇതുവരെ പാർട്ടിയുടെ ഒരു വിശദീകരണം ഒന്നും തന്നെ വന്നിട്ടില്ല. നേരത്തെ ഈ പന്തല് കെട്ടിയപ്പോഴൊക്കെ ഉണ്ടായിരുന്ന പാർട്ടിയുടെ ഒരു വിശദീകരണം പോലെ ആകുമോ, അല്ലെങ്കിൽ ഇതിനുശേഷം ഇത് കോടതി അടക്കമുള്ള പല ഭാഗത്തു നിന്നും വിമർശനം ഉയരുമ്പോൾ, അല്ലെങ്കിൽ ആ തരത്തിൽ അതിനെ വിമർശനം ഉയരുമ്പോൾ പാർട്ടി തിരുത്തുമോ എന്നൊക്കെയുള്ളതാണ് ഇനി അറിയേണ്ടത്. ഏതായാലും അത്യന്തം ദൗർഭാഗ്യകരമായ ഒരു കാഴ്ചയാണ്. കാരണം ഏതാണ്ട് 88ഓളം ബോട്ടുകൾ ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ പൂവാറിൽ 5:30 മണി വരെയായിരുന്നു ഇത്തരത്തിൽ ബോട്ട് സർവീസിന് അനുമതി ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നലെ CPMന്റെ ഈ ജലോത്ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് 2 മണി മുതൽ തന്നെ മറ്റ് ബോട്ടുകളും അല്ലെങ്കിൽ മറ്റ് സന്ദർശകരും വിനോദസഞ്ചാരികളും ഒന്നും തന്നെ പൂവാറിൽ ഇറങ്ങരുത് എന്ന പോലീസിന്റെ ഒരു കർശനമായ നിർദ്ദേശം ഉണ്ടായിരുന്നു. അതിന്റെ ഓഡിയോ ക്ലിപ്പുകൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ 5:30 മണിക്ക് സാധാരണഗതിയിൽ എല്ലാ ബോട്ടുകൾ ഇറക്കി കഴിഞ്ഞാൽ അത് തിരിച്ച് കരയ്ക്ക് കയറ്റണമെന്നൊരു നിയമം നിലനിൽക്കെ 6:45 മണി വരെയാണ് ഇന്നലെ ജലഘോഷയാത്ര നടന്നത്. അത് ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. കാരണം 88 ബോട്ടുകൾ വളരെ ചുരുങ്ങിയ സ്ഥലത്ത് അത്രയും അധികം ബോട്ടുകൾ അടുപ്പിച്ചിട്ടുകൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു സ്ഥിതിയുണ്ട്. പലരും ലൈഫ് ജാക്കറ്റ് വെച്ചിട്ടില്ല. അതോടൊപ്പം കഥകളുടെയും തെയ്യത്തിന്റെയും ഒക്കെ രൂപം കെട്ടിയ ആളുകൾ ആ ബോണറ്റിന് മുന്നിൽ നിന്നുകൊണ്ട് യാത്ര ചെയ്യുന്ന ദൃശ്യമാണ് കാണാൻ കഴിയുന്നത്. പൂവാറിനെ സംബന്ധിച്ചിടത്തോളം ഏറെ വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു പ്രദേശമാണ്. അവിടെയാണ് നടു റോഡിൽ പന്തലിട്ട് സമ്മേളനം നടത്തുന്ന സമയത്ത് പിറ്റേ ദിവസം ഗോവിന്ദമാഷ് വന്ന് ചോദിക്കുന്നത് നമ്മുടെ സമ്മേളനത്തിന് ആവശ്യത്തിന് പ്രചാരണമൊക്കെ ആയല്ലോ, പരസ്യമൊക്കെ ആയല്ലോ എന്നുള്ളതാണ്. ഇതിപ്പോ ഈ സമ്മേളനത്തിനും ആവശ്യത്തിന് പരസ്യമായി എന്ന നിലയ്ക്ക് പരിഗണിക്കുമോ പാർട്ടി? തീർച്ചയായിട്ടും ഏത് രീതിയിൽ ഇനി പാർട്ടി ഇതിനെ വിശകലനം ചെയ്യുമെന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ കോടതി അടക്കം വിമർശിച്ചിട്ടും മഞ്ചൂരിൽ സ്റ്റേജ് കെട്ടിയത് ഒരു തെറ്റാണെന്ന് മുതിർന്ന നേതാക്കൾക്ക് പോലും ഇപ്പോഴും വിശ്വാസം വന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ വിജയരാഘവൻ്റെയൊക്കെ ഒരു പ്രതികരണം ആ തരത്തിലാണ് വായിക്കേണ്ടത്. അപ്പോൾ ഇനി ഏതായാലും ഈ ജലഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് പരസ്യമായ ഒരു നിയമം ലംഘിച്ചു എന്ന് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അത് ഏതായാലും പോലീസും ഇതുവരെ അതിനെപ്പറ്റി മിണ്ടിയിട്ടില്ല, കേസെടുത്തിട്ടില്ല. ഈ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടും കേസെടുക്കുന്നതിന് വേണ്ടി പൂവാർ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ബഞ്ചൂരിലും ഇത് തന്നെയായിരുന്നു സ്ഥിതി. CPMന് വേണ്ടുന്ന ഒത്താശ ചെയ്തു കൊടുക്കുകയായിരുന്നു ബഞ്ചൂരെങ്കിൽ അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് പൂവാർ പോലീസിന്റെയും ഒരു പ്രവർത്തനം ഇവിടെ എന്ന് പറയാതിരിക്കാനാവില്ല.